നോഹ സാർക്ക്, ഒരുപക്ഷെ നമ്മൾ ബൈബിളിലൊക്കെ വായിച്ചിട്ടുള്ള നോഹയുടെ പെട്ടകം, അതിന്റെ റെഡി ആയിട്ടുള്ളൊരു ഫോമായി കാണുന്നത്. ഇത് പറഞ്ഞൊരു റിപ്ലിക്ക, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നോഹ സാർക്ക് ഉണ്ടാക്കിയത്, അതേ ഷേപ്പിൽ അതേ വലുപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന നോഹ സാർക്കിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇത് അമേരിക്കയിലെ കെൻഡക്കി എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഇത് ഉള്ളത്. ആർക്കെങ്കിലും വന്നാൽ കാണാം. പെട്ടകത്തിലേക്ക് നടന്നു പോകുന്ന ആനകൾ, ഒട്ടകങ്ങൾ, ജിറാഫുകളൊക്കെയാണ് കാണുന്നത്. കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട് കേട്ടോ. ഷെർണച്ചാനുണ്ട്, ജീനച്ചേച്ചിയുണ്ട്. ഞങ്ങൾ നമ്മളെ പെട്ടകത്തിനകത്തേക്ക് കയറി. ഇതെല്ലാം പല ആനിമൽസിന്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ കൂടുകൾ പോലെ തയ്യാറാക്കിയിരിക്കുകയാണ്. തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പെട്ടകത്തിനകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ പില്ലറിന്റെ ഒക്കെ വലുപ്പം കണ്ടു. വലിയ തൂണുകളാണ്, വലിയ ഇടിയും മുഴക്കവും കൊണ്ട്, വലിയ തടിയും കൊണ്ടുള്ള വലിയ പണികളാണ്. ഇവിടെ എല്ലാം തടിയും കൊണ്ട് മൃഗങ്ങൾക്കുള്ള കൂടുകളുണ്ട്, ജാറുകളുണ്ട്. അൺബിലീവബിൾ ആണ്. ഇടിയും മുഴക്കവും കേൾക്കാം. ഇതിനകത്ത് വലിയ ഇടിയും മുഴക്കവും ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഭരണികളുണ്ട്, ഒത്തിരി പാത്രങ്ങളുണ്ട്, വെള്ളം ഒക്കെ സ്വീകരിക്കുന്ന വലിയ പാത്രങ്ങൾ. ഇത് നോഹയുടെ പ്രാർത്ഥനയാണ്. നോഹ മക്കള് മരുമക്കളൊക്കെ പ്രാർത്ഥിക്കുന്ന കാണുന്നത്. വളരെ വളരെ റിയലിസ്റ്റിക് ആണ് ഈ പ്രെയർ ഒക്കെ. കാലൊക്കെ കണ്ടോ, വളരെ ലിറ്ററൽ ആയിട്ടുള്ള ലെഗ് തന്നെ ഇവിടെ കാണും. ആ കൈയൊക്കെ കണ്ടില്ല, കൈയുടെയൊക്കെ ഷേപ്പ് കണ്ടോ, ലിറ്ററൽ ആളുകളെ പോലെ തന്നെ അവർ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ തടിയിലാണ് തീർത്തിരിക്കുന്നത്. അതാണ് ഇതിനകത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത്. വളരെ ചെലവേറിയ ഒരു വർക്കാണ്. അതുപോലെ വലിയ തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നോഹയുടെ പെട്ടകമാണ് കാണുന്നത്. വളരെ രസമാണ് കണ്ടാൽ തന്നെ. ഇത്രയും വലിയ തടികൾ എവിടുന്ന് കിട്ടിയെന്ന് പോലും അറിയത്തില്ല. വലിയ തടികളിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിന് ഏറ്റവും മുകളത്തെ നിലയിലാണ് എത്തിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നല്ല സൺലൈറ്റ് ഉണ്ട്. നോഹയുടെ പെട്ടകത്തിന്റെ ഒരു സ്പെഷ്യൽ വ്യൂ ആണ്. ഇവിടെ താഴേക്ക് നമുക്ക് കാണാൻ കഴിയും, മുകളിലേക്ക് കാണാം. അത്രയ്ക്ക് വിശാലമാണ് ഇവിടുത്തെ ഈ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇതിലൊരു തടിയുടെയൊക്കെ വലിപ്പം കാണണമെങ്കിൽ തൊട്ട് നോക്കാം. കണ്ടോ, ഒരു വലിയ വലിപ്പമുള്ള വലിയ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും വലിയ തടിയാണ്, അങ്ങ് മുകളിൽ വരെയും കാണാം. ഇത് നോഹ സാർക്കിന്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പല മൃഗങ്ങളൊക്കെ ഇടുന്ന ഒരു നോഹ സാർക്ക് മോഡലാണ്. ഇതിനകത്തൊക്കെ ഒത്തിരി ഹൈന പോലെയുള്ള ജീവികളെ ഇട്ടിട്ടുണ്ട്. ഇത് റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്, പക്ഷെ ഇത് റിയൽ അല്ല. നല്ല സൗണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. റൈനോസർ ഓൺ ദി ആർക്ക്. ഇതൊക്കെ ആഹാരമൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം കാണുന്നത് മേളിൽ നിന്നുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് ആഹാരം ഇട്ട് തന്നെ താഴെ വരും. താഴെ ആഹാരം വന്ന് വീഴുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അടുത്ത ഒരു സീനാണ്. വലിയ ആനിമൽസ് ആണ്, അതിന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സീനാണ് കാണുന്നത്. സ്മോൾ ആനിമൽസ് ഫുഡ് കണ്ടെയ്നർ. അതിന്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന്റെ എലികൾക്ക് അതിന്റെ വേസ്റ്റ് എല്ലാം ഏറ്റവും താഴെ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ പണിയായുധങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിനകത്തൊക്കെ ചെറിയ പ്രാണികളെയും ജീവികളെയൊക്കെ അടച്ചിട്ടു. ഇവിടെ നോഹയുടെ മകൻ ഇവിടെ പണി ചെയ്യുന്ന ഒരു സീനാണ് കാണുന്നത്. തടിയൊക്കെ ഇറക്കുന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശബ്ദമൊക്കെ ഇവിടെ കേൾക്കാം, തടി ഇറക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം. തടി ഇറക്കുന്ന ശബ്ദമെല്ലാം ഇവിടെ ഉണ്ട്. പണിയായുധങ്ങളൊക്കെ കാണാം. We can ask any question. നമുക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഈ ബോർഡിൽ വരുന്ന ചോദ്യങ്ങളിൽ ഇങ്ങനെ ടച്ച് ചെയ്താൽ നോഹ അപ്പച്ചൻ ഉത്തരം പറയും. അത് വളരെ വ്യത്യസ്തമായിട്ടൊരു സാധനം. ഈ ബോർഡിൽ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. നോഹയുടെ അടുത്ത ഒരു മോൻ പണി ചെയ്യുന്ന കാണുന്നത് ഇരുമ്പിന്റെ പണികൾ. അതും വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. തട്ടും മുട്ടും ശബ്ദം എല്ലാം ഇവിടെ കേൾക്കാം. പണിയായുധങ്ങളുണ്ട്. അതേസമയം മൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കാം. ഇതൊരു വലിയ വാതിലാണ്. The door. Jesus is the door. അതെ, കർത്താവാണ് വാതിൽ.
ഈ പെട്ടകത്തിലേക്കുള്ള വലിയ വാതിൽ. ഷീസ് മെയിൻ കുക്ക്. ഓക്കെ, എല്ലാം ഉള്ളിയും സവാള എല്ലാം കണ്ടോ കെട്ടിത്തൂക്കിട്ടേക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ അരിയുന്ന ശബ്ദം കേൾക്കാം. പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പച്ചക്കറി വെച്ചിട്ടുണ്ട്. ഇടഘട്ടകത്തിൽ ഒരു ഈറ്റിംഗ് ആൻഡ് മീറ്റിംഗ് റൂമാണ്. ഈറ്റിംഗ് മീറ്റിംഗ് എന്താ, ഇത് അടുത്ത കുടുംബമാണ് ജാഫേത്ത്. ജാഫേത്ത് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്ന അവരുടെ ബെഡ്റൂം ഒക്കെ കാണിക്കുന്നുണ്ട്. നോഹയുടെ പെട്ടകത്തിനകത്തുള്ള സീനാണ്. നോഹയുടെ പെട്ടകത്തിനകത്ത് അദ്ദേഹത്തിന്റെ വൈഫാണ്. ഓക്കെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള സീനാണ് ഇത്. വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. നെയ്യാനുള്ള ക്രമീകരണങ്ങൾ പെട്ടകത്തിലുണ്ടായിരുന്നു. മുന്തിരികൾ അവിടെ വളർത്തിയിട്ടുണ്ട്. പച്ചക്കറി തോട്ടങ്ങൾ ഇവിടെ ഉണ്ട്. അതെല്ലാം കാണിച്ചിരിക്കുക. വെജിറ്റബിൾ ഡയറ്റ്, വെജിറ്റബിൾ പ്ലാന്റേഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി പച്ചക്കറികൾ അവിടെ കാണാം. പച്ചക്കറികളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ്.